ഇന്നത്തെ ഗോസ്പല് കണ്ടിന്യൂഷൻ ഓഫ് മിനിസ്ട്രിയാണ്. ഒരാൾ തുടങ്ങി വെച്ചൊരു കാര്യം മറ്റൊരാൾ പിന്തുടരുന്നു. അങ്ങനെ തുടങ്ങി വെച്ച കാര്യത്തിന് ഒരു മാറ്റവും വരാതെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് മറ്റൊരാൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഗോസ്പലിലൂടെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട കാര്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാണ്. പിതാവിൻ്റെ മിനിസ്ട്രി വളരെ കൃത്യമായി പുത്രൻ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പൂർത്തിയാക്കി. ഇനി പുത്രൻ്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണമാണ്. അപ്പോൾ സഹായകൻ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഇന്നത്തെ ഗോസ്പൽ യേശു പറയുന്നത്. യേശു പറയുന്ന വളരെ കൃത്യമായ വാക്ക്, പിതാവിൽ നിന്നുള്ളതെല്ലാം എനിക്കാണ്, അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യും. യേശുവിന് ചില കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ പറയാനുണ്ടായിരുന്നു. എല്ലാം അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് യേശുവിന് മനസ്സിലാകുന്നിടത്താണ് യേശു പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പക്ഷേ ഇനി ഒരാൾ വരുന്നുണ്ട്, അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യം ക്രിസ്തുവാണ്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ വളരെ കൃത്യമായൊരു മിനിസ്ട്രി കണ്ടിന്യൂഷൻ ഭൂമിയിൽ ദൈവം നടത്തി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളൊക്കെ വളരെ കൃത്യമായി ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണിത്. ഒരു ഫാമിലിയിൽ കൃത്യമായിട്ട് ഈ മിനിസ്ട്രി കൈമാറപ്പെടുന്നുണ്ടോ? ജ്ഞാനസ്നാന വേളയിൽ മാതാപിതാക്കളോടും ജ്ഞാനമാതാപിതാക്കളോടും പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നിങ്ങളെ ഏൽപ്പിച്ച് ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ പൊലിയാതെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. അത് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇതിങ്ങനെ തലമുറയോളം ഇങ്ങനെ കൈമാറപ്പെടണം. സ്നേഹം കൈമാറപ്പെടണം, വിശ്വാസം കൈമാറപ്പെടണം. ഇങ്ങനെ കൈമാറപ്പെടേണ്ട ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ അത്യാവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു പുരോഹിതരുടെയും സന്യാസിൻ്റെയും കാര്യത്തിൽ. ഒരച്ഛൻ തുടങ്ങി വെച്ച, ഒരു സിസ്റ്റർ തുടങ്ങി വെച്ച കാര്യങ്ങൾ അടുത്തൊരച്ഛനോ അടുത്തൊരു സിസ്റ്ററോ വരുമ്പോൾ അത് അവരുടെ ശുശ്രൂഷ മേഖലയിൽ അത് കണ്ടിന്യൂ ചെയ്യപ്പെടണം. ഒരാൾ തുടങ്ങി വെച്ചതിൻ്റെ പൂർത്തീകരണമായിരിക്കണം അടുത്ത ആളുടെ മിനിസ്ട്രിയുടെ തുടക്കം. ഇങ്ങനെ എല്ലായിടത്തും ഒരു കണ്ടിന്യൂഷൻ ഓഫ് മിനിസ്ട്രി വളരെ അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിലായിരുന്നാലും, ഒരു ഇടവക ദേവാലയത്തിലായിരുന്നാലും, ഒരു കോൺവെൻറ്റിനകത്തായിരുന്നാലും, ഒരു സ്ഥാപനത്തിലായിരുന്നാലും, ഈ ലോകത്തിൽ തന്നെ ആയിരുന്നാലും കണ്ടിന്യൂഷൻ ഓഫ് മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ പാപ്പമാരുടെ പേരുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അതിനൊക്കെ വളരെ വ്യക്തമാണ്. പുതിയ പാപ്പയുടെ പേരിൽ തന്നെ വളരെ കൃത്യമായി കണ്ടിന്യൂഷൻ കാണുന്നില്ലേ? ഫ്രാൻസിസ് പാപ്പ എവിടെ നിർത്തിവെച്ചോ അവിടെ നിന്ന് ലിയോ 14 പാപ്പ തുടങ്ങിയല്ലേ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഹചാരിയായ ലിയോ എന്ന പ്രിയ സുഹൃത്തിനെ പോലെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു സഹചാരിയായി ലിയോ 14 പാപ്പ അതിലേക്ക് ഒരു കണ്ടിന്യൂഷൻ കൊടുക്കുന്നതുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് അവരൊക്കെ അവരുടെ ശുശ്രൂഷകൾ ഇങ്ങനെ കൈമാറപ്പെടുമ്പോൾ അതിനൊരു ഏറ്റക്കുറവും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. ഇത് ഈ ഭൂമിയിൽ അത്യാവശ്യമാണ്. ഒരാൾ തുടങ്ങി വെച്ച കാര്യത്തെ മറ്റൊരാൾ പൂർത്തീകരിക്കണം. ഈ ഭൂമിയിൽ അത് കൃത്യമായി നിറവേറ്റിയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കണ്ടിന്യൂഷൻ മിനിസ്ട്രിക്ക് തടസ്സം വരുന്നു? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കൂടെയുണ്ടെന്നരുളിയവൻ യേശുനാഥൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കൂടെയുണ്ടെന്നരുളിയവൻ യേശുനാഥൻ. എന്നുയിരേ ജീവനേ എന്നാളും നീ അരികെ. എന്നുയിരേ ജീവനേ എന്നാളും നീ അരികെ. Go. Wash in the pool of Siloam. കണ്ണീരോടെ വിതച്ചിടാം, ആർപ്പോടു കൊയ്യാം.